ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ സ്പെഷ്യൽ വീഡിയോ ചെയ്ത് ഇന്ന് 8-ാം തീയതി ബുധനാഴ്ച രാവിലെയാണ് നമ്മുടെ ട്രംപിൻ്റെ രാത്രി എടുത്ത ഡിസിഷൻ 2 വീക്സും കൂടെ ഒരു പീസ് ടോക്കിന് വേണ്ടി അവരുടെ ഇറാനെ ആക്രമിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെങ്കിൽ അടിക്കും, രണ്ടിലൊന്ന് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നടന്ന സംഭവവാസങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിലൊക്കെ ഹെഡ്ജ് പൊസിഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, ഞാൻ ഗ്രൂപ്പിൽ മാത്രം വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ അല്ലാതെ കേൾക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ചെയ്യുന്ന ഒരു വഞ്ചനയായി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം 650 പോയിൻറ്റോളം ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിലവിൽ ഒരു 500 പോയിൻറ്റ്, ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയാണ് ഈ കാണുന്നത്, ഏകദേശം ഒരു 600 പോയിൻറ്റോളം ഗ്യാപ്പപ്പിലാണ്. 600-650 പോയിൻറ്റ് ഗ്യാപ്പപ്പാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. നമുക്കറിയത്തില്ല ഇനിയും നിഫ്റ്റി റിയലായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര സംഭവിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പലരുടെയും ഹെഡ്ജ് പൊസിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് 300 പോയിൻറ്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അത് പ്രകാരമാണ് നമ്മൾ ഹെഡ്ജ് പൊസിഷൻ എടുത്തത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ നമുക്കറിയത്തില്ല റിയലായിട്ട് എത്ര സംഭവിക്കാൻ പോകുന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 500 പോയിൻറ്റിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പെങ്കിൽ, ഓക്കെ, 500 പോയിൻറ്റിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സി പൊസിഷൻ നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുക. പോയിട്ട് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക നിങ്ങളുടെ സി പൊസിഷൻ. അതിനുശേഷം ഒരു പക്ഷേ ഇത്രയും വലിയ ഗ്യാപ്പ് ആയതുകൊണ്ട് ഒരു പക്ഷേ മാർക്കറ്റ് ചിലപ്പം ഇറങ്ങി കാരണം ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല ഇപ്പം പ്രഖ്യാപിച്ചേക്കുന്നത് അല്ലേ. 2 ആഴ്ചത്തേക്ക് മാത്രം ഇതൊന്ന് പോസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഏത് നിമിഷവും 2 കൂട്ടരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു പാകപ്പിഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ ഇത് ക്യാൻസലാകും, മാർക്കറ്റിനെ അത് ബാധിക്കും. കാരണം ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ഒരു ഡിസ്കഷന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന കാര്യമാണ്. അപ്പം ഇത് ഈ 2 ആഴ്ചക്കിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പോസിറ്റീവായിട്ട് മുകളിലോട്ട് പറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം 500 പോയിൻറ്റിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പ് എങ്കിൽ, അതായത് ഏകദേശം ഇപ്പം നിലവിൽ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് 23,129 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ 23,500 മുകളിൽ 23,500-നും 23,800-നും ഇടയ്ക്കാണ് ഗ്യാപ്പ് അപ്പ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ സി പൊസിഷൻ നിങ്ങൾ എക്സിറ്റ് ചെയ്യണം. അതിനുശേഷം മാർക്കറ്റ് പി പൊസിഷൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുവാണോ മുകളിലോട്ട് പോവുകയാണോ നോക്കിയതിന് ശേഷം താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ മാക്സിമം താഴെ എവിടം വരെ കിട്ടുന്നു ആ ഏരിയയിൽ വെച്ചിട്ട് നിങ്ങളുടെ പി പൊസിഷൻ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്സ് ക്രാഷ് ആകും. മനസ്സിലായില്ലേ? വിക്സ് ക്രാഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ പ്രീമിയത്തിനകത്തിൽ ഡീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രഷ് പൊസിഷൻ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക, ഓക്കെ. അതുപോലെ ഹെഡ്ജ് പൊസിഷൻ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞല്ലോ 500 പോയിൻറ്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 23,500-ന് മുകളിൽ 23,600 650 ആ ഏരിയയിലൊക്കെയാണ് 23,800-ന് താഴെ 500-800-ന് താഴെ ആയിരിക്കും മിക്കവാറും ഓപ്പണിംഗ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഈ ലെവൽ ഈ 646 എന്ന് പറയുന്ന ലെവൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. ആ ഏരിയയിൽ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സി പൊസിഷൻ നിങ്ങൾ പോയിട്ട് എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് രണ്ടാമതായിട്ട് നിങ്ങളുടെ പി പൊസിഷനും മാർക്കറ്റ് താഴോട്ട് മാക്സിമം ഇറങ്ങി വരുന്ന ആ മൊമെൻറ്റിൽ നിങ്ങളതും കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക, ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. അപ്പം എന്തുകൊണ്ടാണ് ഈ രാവിലെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചാണ് ഞാൻ രാവിലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നു, ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.